റാഗിങ് ഇപ്പോൾ 2-3 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. അതികർശനമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആൻറ്റി റാഗിംഗ് സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് നിരന്തരം നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. അതനുസരിച്ച് പല സ്ഥാപനങ്ങളിലും അത് സജീവമാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവത്തിലും ആൻറ്റി റാഗിംഗ് സെൽ ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുക്കണം. ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം ഒരു ജൂനിയർ വിദ്യാർത്ഥിക്കുണ്ടായാൽ, അതല്ലെങ്കിൽ ക്യാമ്പസിലെ ഏത് വിദ്യാർത്ഥിക്കും ഉണ്ടായാൽ, അത് ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ മുന്നിലോ അധ്യാപകരോടോ പ്രിൻസിപ്പലിനോടോ ഒക്കെ തുറന്നു പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം. എന്നാലേ നമുക്ക് ഇടപെട്ട് തക്ക സമയത്ത് കൂടുതൽ നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ തടയാൻ സാധിക്കൂ. പലപ്പോഴും കുട്ടികൾ അങ്ങനെ കൺഫൈഡ് ചെയ്യുന്നില്ല, അവർ ആൻറ്റി റാഗിംഗ് സെല്ലിനെ സമീപിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ വലിയ അവയർനെസ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു കാര്യം ഇതിലുണ്ട്. തന്നെയല്ല, ഈ 3-4 സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യുണ്ടായി. അത് ആദ്യം സിദ്ധാർത്ഥിൻ്റെ അനുഭവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ആ സ്ഥാപനം. അതുകൊണ്ട് നേരിട്ട് ഇടപെടാൻ എനിക്ക് പരിമിതിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറെ വകുപ്പിന് കീഴിലാണ്. അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ് വിരുദ്ധ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. റാഗിങ്ങിനെതിരായിട്ട് ഇപ്പം നമുക്കുള്ളത് കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും UGC തലത്തിലുമാണ് 3 ടയർ സംവിധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം 3-4 എണ്ണം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ്ങിന് അറുതി കുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആൻറ്റി റാഗിങ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കും. തന്നെയല്ല, എല്ലാ ക്യാമ്പസുകളിലും ഇത് സംബന്ധിച്ച അവയർനെസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽമാരുടെ ഒരു യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.